മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിയാമിസ് ആണ്. മക്കളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്. ഇന്നലെ അഖില മിസ്സിന്റെ വീഡിയോയിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. മക്കളെ, എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസിലെ ലൈവിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്, ഓരോ ചാപ്റ്ററിനുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇല്ല, ബിക്കോസ് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടി പോകും അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വേഗം നോക്കാം. മകളെ, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ അഗ്രികൾച്ചർ. കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിശ്ചലമാകുന്നത് കാർഷിക രംഗം? റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഒന്നെന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെ, ജമീന്ദാരി സിസ്റ്റം പോലുള്ള സിസ്റ്റം നമ്മുടെ ഫാമേഴ്സിനെ വളരെയധികം ചൂഷണം ചെയ്യുന്നതായിരുന്നു. ലോ ലെവൽ ഓഫ് ടെക്നോളജി, വളരെ മോശമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ. നമുക്ക് സാങ്കേതിക വിദ്യകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ടെക്നോളജിയിൽ നമ്മൾ തീരെ മോശമായിരുന്നു. ലോ ലെവൽ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നല്ല ഈൽഡ്, നമുക്ക് നല്ല ഫലം നമുക്ക് കിട്ടുള്ളൂ. വളങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതേപോലെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, കൊമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന കർഷകരെ നിർബന്ധിച്ച് ക്യാഷ് ക്രോപ്സ്, നാണയവിളകൾ കൃഷി ചെയ്യുക. അതായത് ഈ ഫുഡ് ക്രോപ്സ് ആയിട്ടുള്ള വീറ്റ്, ബാർലി പോലെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാരെ നിർബന്ധിച്ചിട്ട് ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഇൻഡിഗോ, കോട്ടൺ പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. അപ്പൊ വിശക്കുമ്പോൾ എന്തെടുത്ത് തിന്നും? ഇൻഡിഗോ എടുത്ത് തിന്നും. അതൊരു പ്രശ്നമാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ പാകിസ്ഥാനായിട്ട് 2 സ്ഥലങ്ങളായി പോയ സമയത്ത് ഇന്ത്യയുടെ ഫെർട്ടൈൽ ലാൻഡ് പാകിസ്ഥാനിലേക്ക് പോയി അല്ലെ. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കാർഷിക രംഗം സ്തംഭന അവസ്ഥയിലേക്ക് എത്തിയിരുന്നത്. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മക്കളെ, പഠിച്ചു വെച്ചിരിക്കുക. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ പോവേർട്ടി ആണ്. 4ാമത്തെ ചാപ്റ്റർ ദാരിദ്ര്യം. 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റർ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ദാരിദ്ര്യ നിവാരണത്തിനുള്ള നയങ്ങളും പരിപാടികളും, പോളിസി ആൻഡ് പ്രോഗ്രാംസ്. ഓരോ പോളിസിയും ഓരോ പ്രോഗ്രാമും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേഗം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ അപ്രോച്ചസ് ആണ് പഠിക്കാനുള്ളത്. പോവേർട്ടി അലീവിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന സമീപനങ്ങൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ അല്ലെങ്കിൽ വളർച്ചോന്മുഖ സമീപനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷൻ, ആസ്തികളും തൊഴിലും അല്ലെ. ഗവൺമെന്റ് പാവപ്പെട്ട ആൾക്കാർക്ക് ജോലികൾ കൊടുക്കുന്നതിലൂടെ അവർ പോവേർട്ടിയിൽ നിന്നും പുറത്തേക്ക് എത്തുന്നു. പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റി, ജനങ്ങൾക്ക് മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പോവേർട്ടിയിൽ നിന്നും കരകയറി എത്തുന്നു. ഇത് 3 അപ്രോച്ചസ്. ഇതിനിടയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് തിയറിയാണ് നോക്കുന്നത്? ട്രിക്കിൾ ഡൗൺ തിയറി, കിനിഞ്ഞിറങ്ങൽ. ഇപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാ സെക്ഷനിലേക്കും എത്തണം. അപ്പൊ എല്ലാ സെക്ഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തമാണ്, ട്രിക്കിൾ ഡൗൺ തിയറിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് എംപ്ലോയ്മെന്റും ഇൻകം ജനറേഷനുമാണ്. അത് പുള്ളപ്പ് തിയറിയാണ്. എംപ്ലോയ്മെന്റ് കൊടുത്ത്, ജോലി കൊടുത്ത്, ഇൻകം, വരുമാനം കൊടുത്ത് പാവപ്പെട്ടവരെ ആ ഒരു സെക്ഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരിക. അതാണ് പുള്ളപ്പ് തിയറി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രിക്കിൾ ഡൗൺ തിയറി എവിടെയാണ്? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, വളർച്ചോമുഖ സമീപനത്തിലാണെങ്കിൽ. നമ്മുടെ പുള്ളപ്പ് തിയറി ഉദാഹരണ സിദ്ധാന്തം വരുന്നത് എവിടെയാണ്? എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷൻ, ആസ്തികളും തൊഴിലും ഉണ്ടാക്കുന്നതിലൂടെ. മനസ്സിലായോ? സെറ്റായോ? ഇനി പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റി ആണ്. അവിടെ നമുക്കുള്ളത് എന്താണ്? പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. നമുക്കറിയാം ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, മിഡ് ഡേ മീൽസ് സ്കൂൾ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിനകത്ത് വരുന്നതാണ്. അതേപോലെ നമുക്ക് ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഉണ്ടല്ലേ. ആം ആദ്മി ബീമ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ പെൻഷൻ സ്കീം, ഇങ്ങനെ യോജനകൾ ഉണ്ടായതിലൂടെ ആൾക്കാരുടെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികപരമായിട്ട് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി പറ്റുന്നു. പെൻഷൻ കൊടുക്കുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ കൊടുക്കുന്നു. ആൾക്കാർ സെക്യൂർ ആവില്ലടാ, ആകും. അതേപോലെ ഫുഡ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് ഈ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുക. അപ്പൊ പണ്ട് മിക്ക ആൾക്കാർ സ്കൂളിൽ പോകുന്ന ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒരു നേരത്തെ ഫുഡെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പം നമുക്ക് നല്ല ഫുഡുകളൊക്കെയാണ് എല്ലാ സ്കൂളുകളിലും അല്ലെ. മന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ് പോലുള്ള സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നല്ലോണം ഡെവലപ്പ് ആയിട്ടുണ്ട്. പോവർട്ടിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി മക്കൾ ഒരൊറ്റ കാര്യം കൂടെ ഉണ്ടടാ, സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നിങ്ങൾ എഴുതണം. 2-3 പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഇതിന്റെ എക്സ്പ്ലനേഷൻ മിസ് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള ലൈവില് തരാം. കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകട്ടെ, അതുകൊണ്ടാണ്. അപ്പം ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, ഇങ്ങനെ ഒരുപാട് യോജനകൾ വരികയാണ്. എന്തിനാണ് ഇതൊക്കെ വരുന്നത്? റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും പാവപ്പെട്ടവർക്ക് തൊഴിൽ ഉൽപാദന പരിപാടികൾ കൊടുക്കാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ തൊഴിലുറപ്പൊക്കെ പഠിച്ചില്ലേ, എന്താണ് 100 ദിവസം പണി ഉണ്ടാകും, അതിനൊരു മിനിമം വേജ് നമുക്ക് കിട്ടും. ഇത് നമുക്കറിയാം. കുടുംബശ്രീ പോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘങ്ങള്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഈ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്ത നമ്മുടെ ചാപ്റ്റർ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ. അപ്പൊ മനുഷ്യ മൂലധനം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെങ്കിലും ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരൊറ്റ ചോദ്യമാണ് മക്കളെ, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്തൊക്കെയാണ് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, അതൊരു കോഡ് വെച്ചാണ് നമ്മൾ പഠിച്ചത്. കോഡിന്റെ പേരെന്താണ്? ഹോമി. റൂമി എന്നൊക്കെ പറയുന്ന പോലെ ഹോമി. ഹോമി എന്ന് വെച്ചാൽ എന്താണ്? H for health, O for on the job training, M for migration, I for information, E for education. വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം, ഇൻഫർമേഷൻ. ഇത് 4ഉമാണ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ്, ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഇവിടെ നിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. മിസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗ്രാഫ് തരും, ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ടേബിൾ തരും. ആ ടേബിളിൽ നിന്നും ഇൻഫറൻസസ് എഴുതാൻ വേണ്ടിയും ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. അല്ലാതെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ ആയിട്ടുള്ള തൊഴിലില്ലായ്മയെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിന് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് എക്സ്പ്ലെയിൻ ദ 4 ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. 4 തരത്തിലുള്ള തൊഴിലില്ലായ്മ ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഏതാണ് ആ 4 എന്ന് പറയുന്നത്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് അല്ലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊഴിലില്ലായ്മ, നമ്മൾ ജോലി ചെയ്യാൻ റെഡിയാണ്, ജോലി ഇല്ല, ജോലി അവൈലബിൾ അല്ല. രണ്ടാമത്തേത് കാലിക തൊഴിലില്ലായ്മ, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ചെറിയ സീസണിൽ മാത്രം, അതായത് ഇപ്പൊ ദീപാവലിക്ക് പടക്കം വിൽക്കുന്ന ആൾക്കാർക്ക് ദീപാവലിക്ക് വിഷുവിന് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. സോ സെർട്ടൺ സീസൺസിൽ മാത്രമേ അവർക്ക് ജോലി ഉണ്ടാവുള്ളൂ. ഡിസ്ഗൈസ്ഡ് അല്ലെ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഒന്നിൽ കൂടുതൽ ആവശ്യത്തിലും അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ടെക്നോളജിയിൽ ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ അറിയാത്ത എന്നെ അവിടുന്ന് പുറത്താക്കി വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കൊണ്ടുവരും. അപ്പൊ എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് എന്ത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയിലെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനം. ഇവിടെ നിന്ന് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. എന്താണ് സുസ്ഥിര വികസനം? അതിന്റെ സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നമുക്കറിയാം, സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ 10 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഗോബർ ഗ്യാസ് ഒക്കെ റൂറൽ ഏരിയയിൽ ഉപയോഗിക്കുക. അതേപോലെ അർബൻ ഏരിയയിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNG വണ്ടികൾ അല്ലെ, CNG ബസ്, കാറ്, ഓട്ടോറിക്ഷ, അതേപോലെ സ്കൂട്ടർ, അതൊക്കെ പൊല്യൂഷൻ കുറയ്ക്കുന്നതാണ് CNG എന്ന് പറയുന്നത് അല്ലെ. ഇനി വിൻഡ് എനർജി, സോളാർ എനർജി റിന്യൂവബിൾ റിസോഴ്സ് ആണ്, തീർന്നു പോകില്ല, പുതുക്കാനാവുന്ന വിഭവങ്ങളാണ്, നല്ലതല്ലേ. ഇനി മിനി ഹൈഡൽ പ്രൊജക്ട്, വലിയ വലിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് മിനി ഹൈഡൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, ബയോപെസ്റ്റ് കൺട്രോൾ ഉണ്ട്, ബയോ കമ്പോസ്റ്റിംഗ് ഉണ്ട്, ട്രഡീഷണൽ നോളജും വേറെ പ്രാക്ടീസസും ഉണ്ട്. ഈ 10 പോയിന്റും നിങ്ങൾ എഴുതി വെക്കണമെന്ന് ഞാൻ പറയില്ല. എന്നാൽ 10 പോയിന്റ് എഴുതിയത് നല്ലതാണ് പഠിച്ചു വെക്കുന്നത്. കാരണം 8 മാർക്കിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് നമ്മുടെ സ്റ്റാറ്റിയിലേക്ക് പോവാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ നമുക്ക് അറിയാം ഏത് ചോദ്യമാണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതേപോലെ കുറേ ഡേറ്റ നമുക്ക് തരും, കുറേ നമ്പേഴ്സ് നമുക്ക് തരും. ഇതിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവർത്തന വിതരണ പട്ടിക തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇന്റർവെൽ 10 ആണ്, ടോട്ടൽ 50 ഫാമിലി ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസി ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടണം. ക്ലാസ് 10 ആയതുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പർ എനിക്ക് തോന്നുന്നു ഇവിടെ 4, 3, 1, 0 എന്തോ ആണ്, 1, 4 ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് 0 to 10 വരെ എടുക്കാം. ഏറ്റവും വലിയ നമ്പർ ഇവിടെ നോക്കുന്ന സമയത്ത് 42 ആണോ? 42 ആണെന്ന് തോന്നുന്നു അല്ലേടാ? അതെ, 43 ഉണ്ട്.
S43 45 എന്തോ ആണ്. അപ്പൊ ഞാൻ 50 വരെ എടുത്തു. 0 to 10 മുതൽ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഇന്റർവെൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ടാലി മാർക്ക് ഇടാനാണ്. അതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ദേ ഇവിടെ നോക്കും, മിസ് പറഞ്ഞുതരാം. 28ഉം 4ഉം 28 എവിടെയാ വരെ 28 ദേ ഇവിടെയാ വരെ 28 4 ദേ മേളിലേക്കും വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്, ഇവിടെ 10 എന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഇവിടെയല്ല 10 കൊടുക്കുക. 10 എവിടെയാണോ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്, അത് എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ. 10 എന്നൊരു നമ്പർ വരുവാണെങ്കിൽ 10 അപ്പർ ലിമിറ്റ് ആയതിലല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. 10 എവിടെയാണോ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്, എവിടെയാണ് 10 to 20 അവിടെയാണ് 10 എന്നൊരു നമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. മക്കളെ സിമ്പിൾ അല്ലേ. അടുത്ത ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ഇവിടുന്ന് ചോദിക്കുന്നത് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ തന്നിട്ടുണ്ട്. മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മിസ് വേഗം പറഞ്ഞുതരാം. മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സിഗ്മ FM/N ആണ്. M എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. M ക്വസ്റ്റൻ തന്നിട്ടില്ല, F ഓൾറെഡി തന്നിട്ടുണ്ട്. M കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓരോ ക്ലാസ്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അറിയാത്ത ആൾക്കാർ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ആൻസർ അവിടെ കിട്ടും. ഇതിനുശേഷം F ഇൻറ്റു M ചെയ്യുക. ഈ ഓരോ കോളം ഇൻറ്റു ചെയ്തിട്ട് ഞാൻ FM കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടൽ എടുത്തു 2770 എടുത്തു. അതിനുശേഷം N വേണ്ടേ. N എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അത് 60 ആണ് കിട്ടുക. നമുക്ക് ആൻസർ ടോട്ടൽ 46.16 എന്ന് കിട്ടും മീൻ. ഇനി മീഡിയൻ കുറച്ചും കൂടി സിമ്പിൾ ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ മതി. 3 ആദ്യമേ എഴുതി, 3യുടെ കൂടെ 4 ആഡ് ചെയ്തു, 7 എഴുതി, 7ന്റെ കൂടെ 10 ആഡ് ചെയ്തു, 17, 7യുടെ 20 ആഡ് ചെയ്തു, 37. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് ലാസ്റ്റ് 60 കിട്ടും. ഇനി കണ്ടുപിടിക്കുന്നത് n/2 ഐറ്റം ആണ്. n/2 ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചു. 60 ആണ് n, 60/2 30. ഇനി 30 ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. 30 എവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അടങ്ങുന്നത് 37 അല്ലേ, 30 അടങ്ങുക. അപ്പൊ ഞാൻ അത് മീഡിയൻ ക്ലാസ് ആയിട്ട് വരച്ചു വെച്ചു. ലോവർ ലിമിറ്റ് L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്, അത് 40 ആണ്. n/2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 30 ആണ്. മൈനസ് CF, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണോ, അല്ല, അതിന് മുന്നിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 17 ആണ് എഴുതുക. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ക്ലാസിന്റെ ഫ്രീക്വൻസി 20. H അല്ലെങ്കിൽ I, ചില ആൾക്കാർ I എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ചില ആൾക്കാർ H എന്നാണ്. I എന്ന് പറഞ്ഞാലും H എന്ന് പറഞ്ഞാലും ക്ലാസ് ഇന്റർവെൽ ആണ്. ക്ലാസ് ഇന്റർവെൽ എത്രയാ, ക്ലാസിന്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഇടവിട്ടാണ് നമ്പർ പോകുന്നത്, 10 ആണ് ഗ്യാപ്പ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ചെയ്താൽ മതി. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് 30 - 17 ചെയ്യുക, അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 10 ചെയ്യുക, ലാസ്റ്റ് മാത്രം 40 ആഡ് ചെയ്യുക. അതായത് 40 + 30 - 17 × 10 ഡിവൈഡ് ബൈ 20 ചെയ്താൽ വേറെ ആൻസർ ആയിരിക്കും കിട്ടുക. ഈ ബ്രാക്കറ്റിൽ മിസ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, അത് ആദ്യം ചെയ്തിട്ട് ഇൻറ്റു 10 ചെയ്തിട്ട് ഏറ്റവും അവസരം മാത്രം 40 ആഡ് ചെയ്യുക. മോഡ് വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ലൊക്കേറ്റ് ചെയ്യുക. ഇതാണ് ക്ലാസ്. എന്നിട്ട് ഇക്വേഷൻ L + D1 ഡിവൈഡഡ് ബൈ D1 + D2 × H. D1 എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസിയും അതിന് മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D1. D2 എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസിയും അതിന്റെ താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D2 എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ. അങ്ങനെ മീൻ മീഡിയൻ മോഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇൻഡെക്സ് നമ്പർ ആണ്, സൂചകാംഗങ്ങൾ. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്, സിഗ്മ P1 ഡിവൈഡഡ് ബൈ P0 × 100 ആണ്. P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസ് ആണ്. P0 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ് ആണ്. അത് ഞാൻ ഇപ്പുറത്ത് അതേപോലെ എടുത്ത് എഴുതി. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ P1ന്റെ ടോട്ടൽ ആണ്, അത് 22 എന്ന് കിട്ടും. സിഗ്മ P0 എന്ന് പറഞ്ഞാൽ P0യുടെ ടോട്ടൽ ആണ് 16 എന്ന് കിട്ടും. 22 ഡിവൈഡഡ് ബൈ 16 × 100 137.5 എന്ന് കിട്ടും ആൻസർ. വളരെ സിമ്പിൾ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2 ദിവസം കൊണ്ട്, ഇന്നലെ നമ്മൾ അഖില മിസിന്റെ വീഡിയോയിൽ ഒരു സെറ്റ് ഓഫ് ചാപ്റ്റർ നോക്കി, രണ്ടാമത്തെ സെറ്റ് ഓഫ് ചാപ്റ്റർ ഈ വീഡിയോ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല മാർക്ക് കിട്ടും. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് 100% ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും അഖില മിസ്സും ലൈവിൽ എത്തുന്നുണ്ട്. എല്ലാ മക്കളും വരിക, ക്വസ്റ്റ്യൻസ് പഠിക്കുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.